സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വെസ്റ്റിൽ ചുങ്കം. വെസ്റ്റിൽ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഞാൻ പല ഭാഗത്തോട് പല സമയത്ത് ഇതിൽ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറേ ഇങ്ങനെ ചട്ടി വിൽക്കുന്ന ആൾക്കാരെ കാണാം വർഷങ്ങളായിട്ട്. ചേട്ടൻ എത്ര വർഷം ചട്ടി വിൽക്കുന്നത്? നമ്മൾ 26 കൊല്ലായി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ചേട്ടൻ്റെ നാട് എവിടെയാ? പാലക്കാട്. ചേട്ടൻ പാലക്കാട് നിന്ന് ചട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് 26 വർഷമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചേട്ടൻ്റെ ഒരു ജീവിതോപാധിയാണ്. ജീവിതോപാധിയാണ്. 26 വർഷമായി. ഇത് നമ്മൾ തൊഴിലാണ്. ഇത് നിങ്ങൾക്ക് ഈ ചട്ടി ഉണ്ടാക്കുന്നതൊക്കെ അറിയോ? ചട്ടി ഉണ്ടാക്കണ അറിയാം. അവിടെ ഉണ്ടായിക്കൊണ്ടുവരുന്നു. അത് ശരി. കൂടെ ആരാ സഹായിക്കാനുള്ളത്? ഭാര്യയുണ്ട്. അവിടെ ആരാ ഉണ്ടാക്കുന്നതൊക്കെ? അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കണം, കൂട്ടുകാരൊക്കെ ഉണ്ടാക്കണം, കുടുംബക്കാർ. വലിയൊരു മേഖലയാണോ അത്? 100-400 കുടുംബമുള്ള ഒരു മേഖലയാണ്. 100-400 കുടുംബമുള്ള മേഖല. പല മേഖലയിലായിട്ട് അവിടെ വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റും. അവിടെ കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴാണ് പോവാറ് അവിടെ? നമ്മള് വല്ലപ്പോഴൊക്കെ പോറുള്ളൂ. എന്തെങ്കിലും അമ്പലത്തിൽ ഉത്സവത്തിന് അങ്ങനെ പരിപാടിക്കൊക്കെ. താമസിക്കുന്ന വാടകയ്ക്കാണ്. അപ്പൊ മക്കളൊക്കെ എന്താണ്? എങ്ങനെ? മക്കൾ ഇവിടെ നടക്കാൻ സ്കൂളിൽ പഠിക്കും. ഒരു മോളുണ്ട്. അത് ശരി. ഒരു മോളുള്ളത്? ഒരു മോളുള്ളൂ. അത് ശരി. അപ്പം പിന്നെ നിങ്ങളെ കുടുംബങ്ങളൊക്കെ ഇതിലാണെന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾ ഈ മേഖലയായിട്ടുള്ള ഈ മേഖലയൊക്കെ ഇങ്ങനെ ഭാവിയുണ്ട്? ഭാവിയുണ്ടോ? ജീവിച്ചിങ്ങനെ നമ്മൾ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ തൊഴിൽ ചെയ്യുന്നത്. അപ്പൊ മണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി പൈസ ഒക്കെ കൂടുതൽ കൊടുത്ത് മണ്ണുകൾ മേടിച്ച് തൊഴിൽ ചെയ്യുന്നു. അതൊരു ബുദ്ധിമുട്ടാണല്ലേ? അത് മണ്ണ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വിൽപ്പന എങ്ങനെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ? ആൾക്കാർ ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട്. മൺചട്ടി തിരിഞ്ഞു വരുന്നുണ്ട്. അലൂമിനിയത്തിന്റെ ആ വിഷമങ്ങളൊക്കെ, അത് തകരാറുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർക്ക്? മൺചട്ടി ചെലവുണ്ട് ഇവിടെ കോഴിക്കോട്. അത്യാവശ്യം മൺചട്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഈ തൊഴിൽ മേഖല ഭാവി ഇല്ലാന്നാ പറയുന്നത്. നിങ്ങള് ഭാവി ഉണ്ടോ ഇതിന്? പണിയെടുക്കാൻ ഇപ്പൊ ആരും താല്പര്യമില്ല. ഇപ്പൊ പിള്ളേരില്ലേ, പണിയെടുക്കാൻ താല്പര്യം അവർക്കില്ല. അവരൊക്കെ വേറെ പല ഫീൽഡ് തപ്പി പോവുക. നമ്മളൊരു പരമ്പരാഗതമായ തൊഴിലാണ്. അപ്പൊ നിങ്ങളെ ഇതിന്റെ പേരെന്തായിരുന്നു? ഒരു സമുദായത്തിന്റെ പേര്? ഞങ്ങള് കുമ്പാരന്മാര്. കൂമ്പാര സമുദായം കേട്ടിട്ടുണ്ട്. അതിന് നിങ്ങളെ സംഘടനയൊക്കെ ഇല്ലേ? സംഘടനയൊക്കെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പരമ്പരാഗതമായ ഒരു തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ സാധാരണ ആൾക്കാരെ വീഡിയോസ് ഉണ്ടാക്കാനാണ് താല്പര്യപ്പെടാറ്. അപ്പൊ ഞാൻ ഇതിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഈ ചേട്ടന്മാരിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചട്ടി വെക്കുന്നത്. അപ്പൊ ഇന്ന് ചേട്ടൻ്റെ ഈ ഇതൊന്ന് കാണിക്കണം എനിക്കൊരു ആഗ്രഹം. അങ്ങനെ ഇനി ചേട്ടനോട് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടൻ ഈ തൊഴിലല്ലാതെ വേറെ എന്താ തൊഴിലുണ്ടോ? വേറെ തൊഴിലില്ല, ഇത് തന്നെ ഒരു തൊഴിലില്ല. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തോന്നരുത്, ഏകദേശം ഒരു ദിവസം എത്ര കച്ചവടം നടക്കും? അത് 2000, 1500. അത് ഓരോ ദിവസത്തെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഉണ്ടാവും. എന്നാലും 10-2000 റുപ്യ കിട്ടാറുണ്ട് ഇവിടെ. കിട്ടാറുണ്ടല്ലേ? കച്ചവടം നടക്കണത്. അത് 2000 റുപ്യൊക്കെ നടന്നാലും ഞങ്ങൾക്കൊരു 450-500 റുപ്യ നമുക്ക് കിട്ടും. പണ്ട് കാലങ്ങളിൽ തലചുമടായിട്ട് കൊണ്ട് ഓരോ വീടുകളിൽ കൂടെ നമ്മൾ ചോദിച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ ഇല്ലണ്ടോ? ഇപ്പൊ ഞാൻ സീസണിൽ മാത്രമേ ഉള്ളൂ. ഓണം വിഷു ആ സീസണിൽ മാത്രമാണ്. ഓണം വിഷുവിനാണ് ഏറ്റവും കൂടുതൽ പോവുക. അതാണ് അധികം പോവുക. ഒരു പുത്തങ്കലം മയക്കാന്നുള്ള പരിപാടി എന്റെ വീട്ടിലൊക്കെ മയക്കാറുണ്ട്. ഓണത്തിന് വിഷു അല്ലേ? പുതിയ ഒരു കലം മയക്ക് ചോറൊക്കെ ഉണ്ടാക്കി അതാണ് കഴിക്കുക. ഒരു ഇതുണ്ട് ഇവിടെ. പിന്നെ ഏച്ചി സഹായിക്കാറുണ്ടല്ലേ? അല്ലേ ഭാര്യ അല്ലേ? ഭാര്യ. ഓക്കെ. പിന്നെ അച്ഛനമ്മ ഒക്കെ എന്താ ചെയ്യുന്നത്? അച്ഛനമ്മ ഈ തൊഴിൽ തന്നെയാ. അവരപ്പുറത്ത് കച്ചവടം ഉണ്ട്. കച്ചവടം ഉണ്ടോ? പെങ്ങന്മാരൊക്കെ ഈ മേഖലയാണ്. അത് ശരി. പിന്നെ അപ്പൊ നിങ്ങൾ ശരിക്കും കോഴിക്കോട്ടുകാരനായി 26 വർഷമായിട്ട്. 26 കൊല്ലം. പാലക്കാട് എവിടെയാണ്? പാലക്കാട് ഞങ്ങള് പെരുങ്ങോട്ട് കൃഷി പഞ്ചായത്താണ്. പെരുങ്ങോട്ട് കൃഷി പഞ്ചായത്തല്ലേ? പഞ്ചായത്ത് പെരുങ്ങോട്ടുകൃഷിയാണ്. തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാറ്? തമിഴ്നാട്ടിലേക്ക് പോകാറില്ല. ഇല്ലല്ലേ, ഇവിടെ മാത്രം. ഇവിടെയാണ് കച്ചവടം സ്ഥിരമായിട്ട്. അത് ശരി. അപ്പൊ ഞാൻ കുറെ ദിവസം ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ കൂജകള്, പൂച്ചട്ടികളൊക്കെ അത്യാവശ്യം ചെലവാകും. ക്ഷേത്രങ്ങളൊക്കെ പോകുന്നുണ്ടോ? പൊങ്കാലയ്ക്ക് കാലങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അമ്പലങ്ങളിലേക്ക് പൊങ്കാല കലങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഹോൾസെയിൽ വിലക്ക് കൊടുക്കും. ഹോൾസെയിൽ വിലക്ക് ഇവിടെ ഹോൾസെയിൽ വിലക്കാണ് നമ്മൾ കൊടുക്കുക കച്ചവടങ്ങൾ. അപ്പൊ നിങ്ങൾ ഹോൾസെയിൽ വിലക്ക് എത്തിച്ചു കൊടുക്കും? ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടോ? ഷോപ്പുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ഹോൾസെയിൽ ഡീലർ ആണല്ലേ? ഞാനൊരു ദിവസം ഇവിടെ വന്ന സമയത്ത് വലിയ വണ്ടിയിൽ ഇങ്ങനെ ഇറക്കുന്നത് കണ്ടു. വലിയ വണ്ടി, പാലക്കാട് വലിയ വണ്ടിയില്ലേ? ഒരു ദിവസം നിങ്ങളെ നാട് സന്ദർശിക്കണം. എന്നിട്ട് അവിടെ ഈ അത് കാണാൻ പറ്റും. ഒരു ദിവസം അവിടെ ആഗ്രഹമുണ്ട്. അത് കാണാം. അതിപ്പോ ഞാനില്ലേലും ചേട്ടായി പറഞ്ഞോട്ട് അവിടെ പോയി കാണാൻ പറ്റും. ഞാൻ പോകുന്നുണ്ട്. പോയിക്കോളി. പിന്നെ എന്തായാലും നിങ്ങളെ ഈ വിലപ്പെട്ട ഒരു സമയം എനിക്ക് അനുവദിച്ചതിന് നന്ദി. സുഹൃത്തുക്കളെ, ഇവര് മണ്ണ് കൊണ്ട് തീർത്തിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടല്ലേ? വലിയ അത്ഭുതം തന്നെയാട്ടോ. അത് ഒരു കലാവിരുത് തന്നെയാണ്. ഒരു പരമ്പരാഗതമായ തൊഴിലാണ്. ഈ തൊഴിലൊക്കെയാണ് അന്യം നിന്ന് പോകുക എന്ന് പറയുന്നത്. അതിഗംഭീരമായിരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ? ചീനച്ചട്ടി. ഈ ചീനച്ചട്ടി മണ്ണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇതിന് പിടി കൊടുത്തുണ്ടോ? പുതിയ
പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ മേഖലയിലും. മണ്ണിൻ്റെ അടുപ്പുകൾ ഇതാ, നമ്മൾ വീട്ടിലൊക്കെ കാണാമല്ലോ പറയില്ലേ, ഈ പറ മരത്തിലാണ് ഉണ്ടാക്കുക. ഇത് കണ്ടോ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മണ്ണിൽ. നല്ല രസമായിരിക്കുന്നില്ലേ ഈ കാര്യങ്ങളെല്ലാം. ബുദ്ധൻ്റെ പ്രതിമകൾ. ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം. ബൈ.